ഉദ്ധിത ദൈവമേ രക്ഷക സമാധാനമേ ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് കർത്താവ് വിതക്കാർ ഉമ്മയിലൂടെ പറഞ്ഞൊരു കാര്യം, അതായത് 60 മേനി അല്ലെങ്കിൽ 30 മേനി അല്ലെങ്കിൽ 100 മേനി. അപ്പോൾ ഇത് ദൈവം ഉദ്ദേശിച്ചത് നമ്മുടെ ജീവിതത്തിലെ നല്ല നിലമായ മനസ്സിലേക്ക് നന്മയിലൂടെ വളരുന്ന അവസ്ഥയെപ്പറ്റിയാണ് കർത്താവ് പറയുന്നത്. അത് നിറഞ്ഞുകൊണ്ട്, നന്മ നിറഞ്ഞുകൊണ്ട്, വക്കോളം നിറച്ചുകൊണ്ട് അത് മറ്റുള്ളവർ കൊടുക്കുകയും അതോടൊപ്പം വളരുകയും അങ്ങനെ നിത്യജീവിതത്തിലേക്ക് നമ്മുടെ ജീവനെ, ആത്മാവിനെ സമർപ്പിക്കുന്ന അവസ്ഥയാണ് വിതക്കാര ഭൂമിയിലൂടെ കർത്താവ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് നല്ല നിലം, എന്താണ് മോശനിലം? നല്ല നിലമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മനസ്സിലുള്ള സൽചിന്തകൾ, നന്മ ചെയ്യുവാനുള്ള മനസ്സിലൂടെ ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജി സമ്പാദിക്കുന്ന അവസ്ഥ, ദൈവിക ജീവൻ സമ്പാദിക്കുന്ന അവസ്ഥ. എന്നാൽ മോശനിലമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വളർച്ചയിൽ നാം കല്ല് നിറഞ്ഞ കഠിന സ്വഭാവവും മുൾച്ചെടികൾ നിറഞ്ഞ പ്രലോഭനങ്ങൾ നിറഞ്ഞ നമ്മുടെ ബലഹീനം നിറഞ്ഞ ജീവിതവും, എന്നാൽ കുറച്ചൊക്കെ മണ്ണെന്ന് പറയുമ്പോൾ കുറച്ച് മാത്രം നന്മ അതിലിടയ്ക്കുണ്ട്. വഴിയരികെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിനും നല്ല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാതെ ലോകജീവിതത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥ, ഇതൊക്കെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. നല്ല നിലം, മോശനിലം. അപ്പോൾ എങ്ങനെയാണ് മാനസിക അവസ്ഥയിലൂടെ നമുക്ക് നല്ല നിലമായി തീരുന്നതെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൽ ചിന്താതി വസിക്കുന്ന സിമ്മിനെ ആശ്രയിക്കും. എന്താ സിമ്മ്? അതായത് ഞാൻ പറയുകയുണ്ടായി, ഏത് സിമ്മാണോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ സദ്വചനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സിമ്മാണെങ്കിൽ സദ്വചനങ്ങളായ എനർജി നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചുകൊണ്ടിരിക്കും. അത് ദൈവവചനമാണ്. എന്നാൽ മോശകരമായ കാര്യങ്ങൾ വസിക്കുന്ന സിമ്മാണ് നമ്മൾ വസിക്കുന്നത്. മോശമായ കാര്യങ്ങളിലൂടെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നും അതരം സംസാരിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെ സദ്വചനങ്ങളിലൂടെ, നല്ല കർമ്മങ്ങളിലൂടെ നമ്മൾ നന്മ സ്വീകരിച്ച് വളരണം. അത് 30, 60, 100 നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം, മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ ജീവിതം നിത്യജീവിതത്തിന് വേണ്ടിയും. അപ്പോൾ ഭൗതിക താലന്തും ഇതും പ്രധാനപ്പെട്ട ആത്മീയ താലം, ഭൗതിക താലന്തും. ഭൗതിക താലം എന്ന് പറയുമ്പോൾ ഭൗതിക താലന്തുകൾ നമ്മൾ വിശ്വസ്തമായ സ്ഥാപനങ്ങളിൽ നിന്ന് സമ്പാദിക്കണം, അത് ഇരട്ടിയായി വർദ്ധിപ്പിക്കണം. ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ നമുക്ക് വരരുത്. ഉദാഹരണമായിട്ട് LIC, KSFE, പോസ്റ്റ് ഓഫീസ്, അങ്ങനെ നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്. വിശ്വസിച്ച് നമുക്ക് പൈസ ഇടാൻ പറ്റിയ സ്ഥാപനങ്ങളുണ്ട്. അതിലൂടെ നമ്മുടെ താലന്തും പറയും. അതാണ് താലന്ത് ഭൂമി പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ആത്മീയ താലന്തും ഭൗതികലും എനർജി ടു എനർജി റിലേഷനിലൂടെ നമ്മൾ ദൈവിക ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നല്ല ഗുരുവിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ സമ്പാദിച്ചുകൊണ്ട് നല്ല മക്കളായി തീരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മക്കളായി തീരട്ടെ.